നമസ്കാരം. ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്, നിലപാടുകളിൽ ചില മാറ്റപ്പെടുത്തലുകൾ വരുത്താറുമുണ്ട്. അങ്ങനെ CPM-ൽ ചില നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷ മുന്നണിയിൽ ചേർക്കണമെന്ന നിലപാട്, അത്തരത്തിലൊരു നിലപാടുണ്ടായിരുന്നു കേട്ടോ. അത് എം വി രാഘവൻ പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചിരുന്നതായി CPIM-ൻ്റെ നേതാവായിട്ടുള്ള P. ജയരാജൻ പറയുകയാണ്. വെളിപ്പെടുത്തലാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടർ TV-യുടെ ഡിബേറ്റ് വിത്ത് നികേഷ് കുമാർ എന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലാണ് P. ജയരാജൻ്റെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. 1980-കളിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടില്ലെന്ന് പറയുമ്പോഴുണ്ടായിരുന്ന രാജ്യത്തെ സാഹചര്യമല്ല ഇപ്പോഴെന്നുകൂടി P. ജയരാജൻ വ്യക്തമാക്കുകയാണ്. അതിൽ മാറ്റമുണ്ടോ എന്നുള്ളതാണ് എൻ്റെയും ചോദ്യം. CPIM മുസ്ലിം ലീഗിനെ കൂട്ടാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി ജയരാജൻ പറഞ്ഞു വെക്കുന്നുമുണ്ട്. CPIM മുസ്ലിം ലീഗിനെ കൂട്ടാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ലീഗ് ഇപ്പോൾ UDF-നൊപ്പമാണ്. അവിടെ വേണ്ടുന്ന പരിഗണന ലീഗിന് ലഭിക്കുന്നില്ലെന്ന അണികളുടെ അഭിപ്രായമാണ് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നും UDF-ൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായിട്ടുള്ള പാർട്ടി എന്ന് പറയപ്പെടുന്നത് ലീഗാണ് എന്നും ആ ലീഗിന് നൽകേണ്ട പ്രാതിനിധ്യം അത് കൊടുത്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യമെന്നും ഉയരുന്നുണ്ട്. അത് നൽകിയിട്ടില്ലല്ലോ. അത്തരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെട്ട ലീഗിന് മുന്നിൽ വാതിൽ കൊട്ടി അടയ്ക്കുന്ന ഒരു സമീപനം ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികൾ എന്ന നിലയ്ക്ക് വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, ആ മുന്നണിക്ക് വേണ്ടി CPI-യും UDF-ന് വേണ്ടി കോൺഗ്രസും അവിടെ മത്സരിക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ 2 സീറ്റിൽ ഒതുക്കാൻ നോക്കുന്നതിനോട് പ്രതികരിച്ചുകൊണ്ട് മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു ചില മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരത്തിന് ലീഗ് തയ്യാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ അണികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതായിരിക്കും. P. ജയരാജൻ പല കണക്കുകൂട്ടലുകളിലൂടെയാണ് ഇത് പറയുന്നത് എന്ന് പറയേണ്ടി വരും. ലീഗിൻ്റെ ഏറ്റവും അധികം സ്വാധീനമുള്ളത് എന്ന് പറയപ്പെടുന്ന സുന്നി വിഭാഗങ്ങളിലാണ്. ആ സുന്നി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സംഘടനയാണ് സമസ്ത എന്ന് പറയപ്പെടുന്നത്. ആ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുള്ള എഡിറ്റോറിയൽ പേജിലെ ലേഖനത്തിൽ പറയുന്നത്, അർഹതപ്പെട്ട സീറ്റ് UDF നൽകുന്നില്ലെങ്കിൽ സൗഹൃദ മത്സരത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹി JNU-ലെ ബാഫാക്കി തങ്ങൾ സ്റ്റഡി സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ, ആ സ്റ്റഡി സർക്കിളിൻ്റെ യൂണിറ്റ് കേരളത്തിലെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് നടത്തിയ ഒരു പഠനവും, ആ സ്വാധീനത്തിൽ ലീഗിനുള്ള പങ്കെന്താണ്, ലീഗിന് അർഹമായിട്ടുള്ളൊരു പരിഗണന UDF നൽകുന്നുണ്ടോ എന്നൊരു വിഷയവും അവർ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ നടത്തിയ ആ പഠന റിപ്പോർട്ടിൻ്റെ നിഗമനം ലീഗിന് യഥാർത്ഥത്തിൽ 5 ലോക്സഭാ സീറ്റ് വരെ അവകാശപ്പെടാൻ അർഹതയുണ്ട് എന്നാണ്. ആ മുസ്ലിം ലീഗ് ചോദിച്ച 3 സീറ്റ് പോലും നൽകുന്നില്ല, പകരം 5 സീറ്റിന് അവകാശമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അതും നൽകുന്നില്ല. പണ്ട് രാജ്യത്തുടനീളം സ്വാധീനമുള്ളൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് രാജ്യത്ത് ഉടനീളം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ കേരളത്തിൽ പോലും കോൺഗ്രസിൻ്റെ യശസ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടിൽ തന്നെ ഇപ്പോൾ BJP-യിലേക്കാണ് ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ആ നേട്ടം നേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. നേതാക്കൾ പോലും BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ലീഗ് 3 സീറ്റ് വേണമെന്ന് കടുംപിടുത്തം ഉന്നയിക്കുമോ, അതോ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നതൊക്കെ നമ്മളുടെ സമൂഹത്തിൽ അതൊക്കെ വലിയ ഒരു ചർച്ചയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. P. ജയരാജൻ അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകുന്നത് എന്നാണ്. മുമ്പൊരിക്കൽ MBR എന്ന് പറയപ്പെടുന്ന MV രാഘവൻ മുസ്ലിം ലീഗിനെ കൂടെ ചേർക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാദഗതികൾ പാർട്ടിയിലും സഭയിലുമൊക്കെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് തല്ലായിരുന്നു. 1980-കളിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ MV രാഘവൻ എന്ന് പറയപ്പെടുന്ന MVR-നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടൂ എന്ന് പറഞ്ഞത് MVR ആണ് എന്ന് സമ്മതിക്കുന്ന P. ജയരാജൻ CPM-ൻ്റെ നിലപാടിൽ മാറ്റമുണ്ടോ എന്ന് പറയേണ്ടതുണ്ട്. ഇനി CPM-നെ കൂടെ ചേർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ലോക്സഭാ ഇലക്ഷനിലും വരുന്ന നിയമസഭാ ഇലക്ഷനിലും മത്സരിച്ച് വിജയിക്കുക എന്നൊരു ലക്ഷ്യം
ഈ പാർട്ടി കാണുന്നുണ്ട്, അതായത് CPM കാണുന്നുണ്ട്. അതുകൊണ്ട് ആരുമായിട്ടും ഏത് തരത്തിലുള്ള ബാന്ധവത്തിനും ഇവർ തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ജയരാജ, നിങ്ങളുടെ നിലപാടുകൾ മാറ്റി വീണ്ടും മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. 1980-കളിൽ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന് 2024 എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ എന്താണ് മാറുന്നത്, എവിടെയാണ്, എന്തിനെയാണ് മറികടക്കുന്നത് എന്ന് കൂടി പറയുക. CPMൻ്റെ നിലപാടുകളിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവിടെ നിങ്ങൾ ഇന്നലെ വരെ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് നിങ്ങളിപ്പോൾ സ്വീകരിക്കുകയും മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിക്കൊണ്ട് എങ്ങനെയും അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നൊരു ലക്ഷ്യം മാത്രം കാണുന്ന ഒരു പ്രസ്ഥാനമായി, നിലപാടുകളില്ലാത്ത, ആദർശമില്ലാത്ത ഒരു പ്രസ്ഥാനമായി, ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്ന് പി ജയരാജൻ തന്നെ പറഞ്ഞു വെക്കുന്നതായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് CPMൻ്റെ നിലപാടുകളിൽ മാറ്റമുണ്ടായിരിക്കുന്നു, മാറ്റമുണ്ടാകാൻ പോകുന്നു. വരും കാലങ്ങളിൽ മുസ്ലിം ലീഗ് CPMനോടൊപ്പം ചേർന്ന് നിന്ന് മത്സരിച്ചാലും നമുക്ക് അതിശയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇതിലൂടെ പി ജയരാജൻ അർത്ഥവത്തായി പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും.